മുമ്പായിട്ട് ഈ സെറ്റിങ്സ് പോയിട്ട് ഈ ഓഡിയോ ട്രാക്ക് മലയാളം ഒറിജിനൽ തന്നെ ആക്കുക. ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നുണ്ടാണ്. ഇതാണ് മുമ്പേ സെറ്റിങ്സ്. ഓക്കെ ബൈ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെപ്പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഹായ് ഗൈസ്, ഈ തിരക്കേറിയ ഒരു ജീവിതമാണ് മനുഷ്യന്മാരുടേത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇപ്പോൾ ചിരിക്കാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. ചിരി എന്താന്ന് പോലും ഓർമ്മയില്ലാതെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്കിങ്ങനെ ആൾക്കാരെ ഇടങ്ങാറാക്കിയിട്ട് ഉപദ്രവിച്ചിട്ട് പേടിപ്പിച്ചിട്ടെല്ലാം കാണാൻ നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര രസം. എന്താ അങ്ങനെയാണെന്നൊന്നും എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. പണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാറ്റഗറിയാണ് ഗൈസ് ഈ ഗോസ്റ്റ് പ്രാങ്ക്. ഇങ്ങനെ ചുമ്മാ നടന്നു വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ബാക്കിൽ പോയിട്ട് ഇടങ്ങാറാക്കലും പേടിപ്പിക്കാനായിട്ട് അമ്മമാരെ പേടിച്ചിട്ട് ഓടുന്നില്ല കണ്ടം പൈ മുണ്ടെല്ലാം പെറുക്കിയിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ചിരി ഇല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചു പോകും. അപ്പം ഞാൻ കുറേ ദിവസമായി നല്ല സ്ട്രെസ്സലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കണ്ട് ചിരിക്കാമെന്ന് വിചാരിച്ച് അന്നേരം നിങ്ങളും കൂടി ഒന്ന് കണ്ട് ചിരിക്കോപ്പരോ. ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിനും ഒരുത്തൻ ഇതാ നടന്നു വരികയാണ് ഗൈസ്. 2 ബോൾ അവൻ്റെ മുന്നിൽ വന്നു. ചെരുപ്പൊക്കെ കഴിച്ചിട്ടാണ് ഓടിയത്. ഒരു ചെരുപ്പൊക്കെ കഴിഞ്ഞ് ഓടിയവൻ. ജീവനും കൊണ്ട് ഓടി കഴിച്ച അവനവിടുന്ന് ഊരിപ്പോയി. നമുക്ക് എത്ര വലിയ ഗോസ്റ്റിനെ പേടിയില്ലാന്ന്, പിന്നെ എന്താ പറയാ, നമുക്ക് ഒരു സംഭവത്തിനെ പേടിയില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ബോഡിക്ക് ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഇനി എന്ത് നമ്മൾ എത്ര വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പേടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡി പേടിക്കും. നമ്മളെ ബോഡി റിയാക്ട് ചെയ്യും. സിനിമയിലൊക്കെ നിങ്ങൾ കാണും, മറ്റേ ഇത് വരുമ്പോ മറ്റേ നെഞ്ചും പിരിച്ചിരിക്കുന്നതും വിജയ് 4-5 ആൾക്കാരെല്ലാം അടിച്ച് തെറിപ്പിക്കുന്നതല്ല. റിയൽ ലൈഫിൽ ഇതൊന്നും നടക്കില്ല. 2 ആൾക്കാർ മുന്നിൽ പെട്ടെന്ന് വന്നാൽ തന്നെ നമ്മൾ പേടിച്ച് കൂറി ഓടും. സത്യമുള്ള കാര്യം അത്. ഇത് അടുത്തോൻ ഇതേപോലെ നടന്നു വരുന്നുണ്ട് ഗൈസ്. സ്ക്രിപ്റ്റ് ഒന്നല്ല, കാരണം എക്സ്പ്രഷൻ ഇതൊക്കെ കണ്ടു നമുക്ക് മനസ്സിലായി ഇതുപോലെ സ്ക്രിപ്റ്റ് വല്ലതാണ്. ഓനും അതേപോലെ ചെരുപ്പം കഴിച്ചിട്ട് ഓടിയാണ്. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്. പക്ഷെ ഇതും വിചാരിച്ച് നിങ്ങൾ എല്ലാരും കയറി പേടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഈ നമ്മൾ ഈ പേടിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് എത്രയോ ഇതില് ഭയങ്കരമായിട്ട് റേസ് ആവും. ഒരു മനുഷ്യന് ഇത്ര ഹാർട്ട് റേസ് ആവണമെന്നൊരു കണക്കൊക്കെ ഉണ്ട്. അതിന്റെ മുകളിലേക്ക് റേസ് ആയിക്കുണ്ടെങ്കിൽ ആളപ്പം ചത്തുപോകും. അതുകൊണ്ട് നല്ല ഹെൽത്തി ആൻഡ് എല്ലാം ആരോഗ്യമൊക്കെ ഉള്ള ഒരാളൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല. അവര് ചെറുതായിട്ടല്ലേ പേടിക്കത്തുള്ളൂ. പക്ഷെ വല്ല എന്തെങ്കിലുമൊക്കെ മറ്റേ രോഗമൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ എല്ലാം ആണെങ്കിൽ അപ്പം തന്നെ ചത്തു. പിന്നെ ആൾക്കാരും പരിസരത്തും ഒന്നും ഇല്ല, അങ്ങനെ പെട്ടെന്ന് റാൻഡായിട്ട് മുന്നിലൊക്കെ എന്തായാലും വന്ന് നമ്മളെ പേടിക്കും. ഇവിടെ കസാല ഇരിക്കുന്നുണ്ട് ഓൻ തന്നെ കഴിച്ചു. അടുത്ത നായുണ്ട് സത്യം. ഓടി ഓട്ടം നോക്കട, കീശയില് ഫോണെല്ലാം പിടിച്ചിട്ട് അവനോട് ഓടിയത്. കഴിച്ചു അതോടെ ഒച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടതാണോന്ന് എനിക്കറിയത്തില്ല. അവിടെ പേടിപ്പിക്കുന്ന സമയത്ത് ആ സെയിം ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അന്നേരം തന്നെ ഷഡിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും തൂറിയിട്ട്. वीडियो बना रहे प्रैंक वीडियो बना रहे। मेरी माँ की काय का वीडियो
ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം കൊള്ളുന്നുണ്ട് കേട്ടോ പ്രാങ്ക്. പണ്ടൊക്കെ ഇത് കുറച്ചുകൂടി കൂടുതലാണ് ഗൈസ്, പക്ഷെ ഇപ്പം ഭയങ്കര കുറവാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, പാടില്ല, ഭയങ്കര കേസെല്ലാം. പണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരെ അത്രക്കും ഇതായിട്ട് പേടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ സ്ക്രിപ്റ്റ് ആണ്, അമ്മമാരെ ആൾക്കാരെ തന്നെ വെച്ചിട്ട്. കാരണം റാൻഡം ആൾക്കാരെ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. പേടിപ്പിച്ചു കഴിഞ്ഞാല് വേറെ കേസാവും, ചിലപ്പോ അടികൊള്ളും, ചിലപ്പോ അവന്റെ മൂട് പിടിച്ച് അമ്മീമിട്ട് ഒരക്കും ചിലപ്പോ. അപ്പൊ ഇത് റിയൽ ആണോന്ന് എനിക്കറിയില്ല, എന്തായാലും ഒന്ന് കൊണ്ടിട്ടുണ്ട് ഗൈസ്. ഒരുത്തി ഇവിടെ കിടന്ന് മൂത്രയിക്കള ഗൈസ്, ഇവിടെ ശരിക്കും മൂത്രം ഒഴിക്കുന്നുണ്ട്. മൂത്രയിക്കുന്ന ഇടയ്ക്ക് കാവണിയോ സിബിട്ട് ഓടി ഇറങ്ങിപ്പോയി കിട്ടാ. ഇങ്ങനെ ഇട്ട് ഓടിക്കണ്ട് ഇറങ്ങിപ്പോയിണ്ടാവും. ഒന്നും കണ്ടില്ലല്ലോ ഗൈസ്. എനിക്കൊന്നും ഞാൻ സൂക്ഷിച്ച് നോക്കിക്കില്ല. എന്റെ യൂട്യൂബ് ടെർമിനേറ്റ് ആവും. ഒഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കാവണി പിടിച്ചോന് ഓടിയത്. ഈ വീഡിയോ ഏകദേശം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. സോ ഇതൊക്കെ ശരിക്കും റാൻഡ് ആൾക്കാരെ തന്നെ പേടിപ്പിക്കുന്നതാ ഗൈസ്. ഓടി നേരത്തെല്ലാം വീടായ മോന്തെല്ലാം ഒരഞ്ഞി. എന്താ ഒരു രസം, ഒരു സുഖം കാണുന്നത്. നിങ്ങളെ അന്യാറ്റാക്കണം ഇതേപോലെ പ്രാങ്ക്. അടിച്ച് ഞാൻ ചൊമ്പരമ കയറ്റു അപ്പം തന്നെ ഒന്നും നോക്കത്തില്ല. എനിക്കിത് കാണാൻ ഇഷ്ടം, പക്ഷെ എന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതേതോ പെണ്ണും കോളേജെല്ലാം കഴിഞ്ഞിട്ട് പോവാണ്. ബാക്കിലാരോ ഉണ്ട്. മണ്ണട്ടക്കാരെ ഇതുപോലെ കരഞ്ഞു പോയി. എനിക്ക് ബിഗ് ബോസിലെ റെനേന്ന് ഓർമ്മ വന്നു. ഇത് അടുത്തടുത്ത് മൂത്രയിക്കണം. ഇതാണ് പാതിരാത്രിക്ക് ഇങ്ങനെ സൈക്കിളൊക്കെ വെച്ച് ഇവന്മാർ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇങ്ങനെ മൂത്രയിക്കുന്നത്. കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിരിക്കുമോ? തോന്നില്ല, വല്ല ബംഗാളി ആയിരിക്കും. ഗോസ്റ്റ് സൈക്കിൾ എടുത്തിട്ട് ഓടി. സൈക്കിളെല്ലാം എടുത്തോണ്ട്, അല്ലെങ്കിൽ മൂത്രയ്ക്കുന്ന സാധനം ഒന്നല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ രണ്ടാൾക്കാർ വരുന്ന. ഒരു കറുത്തിട്ടിട്ട് ഒരുത്താടെ ഇരുന്നിട്ടുണ്ട്. മറ്റോ പെട്ടെന്ന് ഇവന്റെ മുഖം കണ്ടാ മനസ്സിലാവണ ഇവരെ സ്ക്രിപ്റ്റ് അല്ല മറ്റോന്. എന്നെ കടിക്കരുത്, എന്നെ കടിക്കാൻ വരരുത് എന്നാണോ പറയുന്നത് അവൻ. നമ്മൾ പേടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യും. നമ്മൾ ഓടാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഓടിപ്പോവും. സത്യം പറഞ്ഞു ഇവന്റെ മുഖ എക്സ്പ്രഷൻ ഒക്കെ ശരിക്കും ഇവർ പേടിച്ചിടോ, നല്ലോണം പേടിച്ചിട്ട്. അടുത്തുള്ളവൻ ആരാന്ന് പോലും നോക്കിയില്ല, അവനെല്ലാം ഉപേക്ഷിച്ച് നീ അപ്പുറത്തോട്ട് പൊക്കോ, ഞാൻ ഇപ്പുറത്തോട്ട് പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഇവനെ ഓടി രക്ഷപ്പെട്ടു. ആ നേരത്തെ അതേ സാധനം, ഏതോ ഒരു കാക്കനാ കാക്ക അക്രമാണോ? എന്താണ് ഇയാൾക്ക് വർത്താനം പറയാൻ അറിയത്തില്ലേ? കളിയാ ഇയാൾക്ക് വർത്താനം പറയാൻ വർത്താനം പറയാ. പ്രേതം അടുത്ത ആരെല്ലാം ചോദിക്കുന്നുണ്ട്, അവർക്ക് പ്രേതം എന്നൊക്കെ പറയുന്നുണ്ട്. വയസ്സന്മാരൊന്നും പേടിപ്പിക്കരുതേ ഗൈസ്, ചത്തുപോ, കേസാവും. ആദ്യം പറഞ്ഞേക്കാം. അപ്പം തന്നെ ഹാർട്ടൊക്കെ അടിച്ച് മണ്ടാരായിപ്പോ. ചെറുങ്ങനെ ചിരി വന്നിട്ടില്ല നിങ്ങൾക്ക്? കുറച്ച് ചിരി വന്നിട്ടില്ലേ? കുറച്ചെല്ലാം വന്നിട്ടുണ്ട് എന്തായാലും. അപ്പൊ ചിരി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന്റെ പാർട്ട് വല്ലതെല്ലാം വേണമെങ്കിൽ അതിലോ കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഹായ് ഗൈസ്, തിരക്കേറിയ പറയണല്ലോ.
ഗൈസ്, ഞാൻ നേരത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അതിലൊന്നും കയറി പൈസ ഒന്നും ഇട്ടിട്ട് പൈസ ഒന്നും പോക്കാൻ നിൽക്കല്ലേ. അമ്മായി കുറെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ അമ്മാരെ പറ്റിക്കാൻ ആരെങ്കിലും എല്ലാം വേണ്ടേ? എങ്ങനെയുണ്ട് ബുദ്ധി വേണമെങ്കിൽ ഇൻസ്റ്റാൾ ആക്കിക്കോ. ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ അവന്മാര് പിന്നെ എന്നെ കൊണ്ട് ഒരു പ്രൊമോ കൂടി ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് പിന്നെ അയാളെ പറ്റിക്കാം. പക്ഷെ പൈസ ഒന്നും ഇടാൻ നിൽക്കണ്ട. ഓക്കെ ബൈ.